ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ജമ്മു കാശ്മീർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് തെരഞ്ഞെടുപ്പ്, ആദ്യ ഘട്ടം എന്ന് പറയുന്നത് സെപ്റ്റംബർ 18-ാം തീയതിയും രണ്ടാം ഘട്ടം സെപ്റ്റംബർ 25-നും മൂന്നാം ഘട്ടം ഒക്ടോബർ 1-നുമാണ് നടക്കുന്നത്. ഒക്ടോബർ 8-ന് വോട്ടെണ്ണൽ ഫലം പ്രഖ്യാപിക്കും. ഒക്ടോബർ 8-ാം തീയതി. ആകെ മൊത്തം 90 സീറ്റുകളാണുള്ളത്. 90 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ 46 സീറ്റുകളിൽ വിജയിച്ചെങ്കിൽ മാത്രമേ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകൾ എന്ന് പറയുന്നത് 46ആണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേന്ദ്രഭരണ പ്രദേശമാക്കിയതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതായത് 2018 ഡിസംബർ 20-നാണ് കേന്ദ്രഭരണ പ്രദേശമാകുന്നതും. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ്, അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നീ പാർട്ടികൾ ചേർന്നുള്ള ഒരു സഖ്യം ഓഗസ്റ്റ് 24-ന്, അതായത് കഴിഞ്ഞ മാസം രൂപീകരിച്ചു. പിന്നെ മറ്റു പാർട്ടികൾ എന്ന് പറയുന്നത് BJP, ഭാരത് ജനതാ പാർട്ടി, ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, ഇവയെല്ലാമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികളെന്ന് പറയുന്നത്. 2014-ലാണ് അവസാനം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതായത് സ്റ്റേറ്റ് ആയിട്ടിരിക്കുമ്പോൾ, അതായത് കേന്ദ്രഭരണ പ്രദേശത്തിന് മുമ്പ്, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് 11-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് 2014 നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും അതോടൊപ്പം BJPയും കൂടെ ചേർന്ന് ഒരു സഖ്യത്തിൽ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. മുഫ്തി മുഹമ്മദ് സെയ്ദ് ആയിരുന്നു മുഖ്യമന്ത്രി. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2016-ൽ മുഫ്തി മുഹമ്മദ് സെയ്ദ് അന്തരിക്കുകയും പിന്നീട് കുറച്ചു കാലം ഗവർണർ ഭരണമായിരുന്നു. പിന്നീട് മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2018-ൽ BJP പിന്തുണ പ്രഖ്യാപിക്കുന്നു. 2018 ജൂണിൽ BJP പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നീട് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നു. പിന്നീട് 2018 ഡിസംബർ 20-ന് കേന്ദ്രഭരണ പ്രദേശമാക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. 90 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46 സീറ്റുകളാണ്. ജമ്മു കാശ്മീരിൻ്റെ ഇലക്ഷൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1952-ലാണ് ജമ്മു കാശ്മീർ ആദ്യമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1952-ലാണ്. 1952 മുതൽ 2014 വരെ 11 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് നടന്നത് 1952-ൽ. അതിനു മുമ്പ് 1934-ൽ പ്രജാസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 1934 മുതൽ 1947 വരെ പ്രജാസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. പിന്നീട് ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റായി കഴിഞ്ഞതിന് ശേഷം ഉള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 1952-ലാണ് ജമ്മു കാശ്മീർ സംസ്ഥാനം രൂപീകരിക്കുന്നത്. അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നത് 1952-ലാണ് ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2014-ലാണ്. പ്രധാനപ്പെട്ട പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഫറൻസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നുള്ള ഒരു സഖ്യം, അതോടൊപ്പം ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, BJP എന്നിവരാണ് പ്രധാനപ്പെട്ട പാർട്ടികളെന്ന് പറയുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. സെപ്റ്റംബർ 18, സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഒക്ടോബർ 8-ന് വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യും. ഫലം പുറത്തുവിടുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.